കുരങ്ങിൽ നിന്നല്ല മനുഷ്യനുണ്ടാകുന്നത്. ഒരു കുരങ്ങും മനുഷ്യനെ പ്രസവിക്കില്ല. കുരങ്ങുകളെല്ലാം കുരങ്ങുകളെ തന്നെയാണ് പ്രസവിക്കുന്നത്. മനുഷ്യരെല്ലാം മനുഷ്യരെ തമ്മിലാണ് പ്രസവിക്കുന്നത്. അല്ലയോ ബുദ്ധിരാക്ഷസ രവിചന്ദ്ര, താങ്കൾ എന്തൊക്കെയാണ് ഈ വലിയ വായിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കുരങ്ങിൽ നിന്നല്ല മനുഷ്യനുണ്ടാകുന്നത്, കുരങ്ങുകളെല്ലാം കുരങ്ങുകളെ തന്നെയാണ് പ്രസവിക്കുന്നത്, മനുഷ്യരെല്ലാം മനുഷ്യരെ തന്നെയാണ് പ്രസവിക്കുന്നത് എന്നൊക്കെയല്ലേ? താങ്കൾ കൂട്ടിച്ചേർക്കാൻ വിട്ട ചിലത് കൂടി ഞാനിവിടെ പൂരിപ്പിക്കട്ടെ. വൈറസിനെ പ്രസവിക്കുന്നു, ബാക്ടീരിയയെയും അമീബയെയും പ്രസവിക്കുന്നു, തവള, പാമ്പ്, പക്ഷി, ഗറില്ല അങ്ങനെ തുടങ്ങി ഏതും അതാതിന്റെ വർഗത്തിനു മാത്രമേ ജന്മം നൽകുന്നുള്ളൂ. ഹോമോസാപ്പിയൻസ്, ഗറില്ല, ഒറാങ്ങൊട്ടൻ, ചിമ്പാൻസി ഇങ്ങനെയുള്ള ഈ ഒരു ചില്ലയിൽ വരുന്ന 5 ഡൈവേർഷൻസ് ആണ്. അപ്പോൾ ഈ ഭാഗം ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ കോമൺ ആൻസെസ്റ്റർ. അതൊരു പക്ഷേ ഒരു ഗറില്ലയൊക്കെ പോലെ ഉണ്ടാവും. എന്നാൽ ഇവിടെ താങ്കൾ പറയുന്നു താങ്കളുടെ അമ്മൂമ്മയും ചിമ്പാൻസിയും ഒറാങ്ങുട്ടനും ഒക്കെ ഉണ്ടായത് ഗറില്ലയിൽ നിന്നാണ്. താങ്കൾ ആദ്യം പറഞ്ഞതനുസരിച്ച് ഗറില്ലയിൽ നിന്നും ഗറില്ല തന്നെയല്ലേ ഉണ്ടാകാവൂ? വിദേശിയായ ഏതെങ്കിലും ഒരു വെഡ്ഡി ഛർദ്ദിക്കുന്നത് അപ്പടി വിഴുങ്ങി മറ്റുള്ളവർക്ക് വിളമ്പുമ്പോൾ താങ്കളുടെ സയന്റിഫിക് ടെമ്പറൊക്കെ ആസനത്തിൽ പോയി ഒളിക്കുന്നത് എങ്ങനെയാണ്? ഇനിയെങ്കിലും പരിണാമ സിദ്ധാന്തത്തിലെ വെഡ്ഡിത്തങ്ങൾ വിളമ്പുന്നതിന് മുൻപ് ഉൽപ്പത്തി നിഗമനങ്ങൾക്കപ്പുറം എന്ന ത്രിതയ ഗ്രന്ഥത്തിന്റെ 1-ാം ഭാഗം മനുഷ്യന്റെ ഉത്ഭവം വായിക്കുക. ഗ്രന്ഥം ഒലിയോ ബുക്സിൽ ലഭ്യമാണ്.